സാരമില്ല, ഇന്നലെ കുറിച്ച് തന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതി. അഥവാ പനി കൂടുകയാണെങ്കിൽ ദാ ഈ മരുന്നൂടെ വാങ്ങി കഴിച്ചേക്കൂ. ശരി ഡോക്ടർ. എന്താ ഡോക്ടർ, പോകാറായില്ലേ? രവിയേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാനതങ്ങ് മറന്നു. 42-ലെ ഫാത്തിമയെ ലേബർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആണോ? ഒന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി. ശരി ഡോക്ടർ. ഫോൺ അടിക്കാതെ മോളെ, മോള് ചെന്ന് വിളിച്ചിട്ടോ മമ്മിയെ. ഗുഡ് ഈവനിങ് മോളെ. ആന്റി ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിനി മോളെ. ഗുഡ് ഈവനിങ് ഡോക്ടർ സർ. ഗുഡ് ഈവനിങ്. മമ്മി എത്ര നേരമായി നോൺ അടിക്കുന്നത്? ഇപ്പൊ പോവാം മോളെ. എന്തൊക്കെയുണ്ട് പറയുന്നത് സാറേ? അങ്ങനെ കഴിഞ്ഞു പച്ചട്ടോ. വാ മമ്മി, വേഗം വാ മമ്മി. വാ വിട്. ഡാഡി. മമ്മി എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. അതെയോ? മിടുക്കി. എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നേ? വെയിലത്തോടി കളിച്ചോ? ഇല്ല ഡാഡി. എന്താ ഒരു ക്ഷീണം? മമ്മിയോട് എന്തെങ്കിലും ടോണിക്ക് വാങ്ങിച്ചു കഴിക്കണം. എനിക്ക് ടോണിക്കൊന്നുണ്ട്, എനിക്ക് നല്ല എനർജിയാ. നീ ആർക്കും ആ കടയുടെ അവിടെ ഒന്ന് നിർത്തും. എന്തിനാ? എനിക്ക് 1-2 കൂട്ടം സാധനങ്ങൾ വാങ്ങിക്കാൻ. സാധനം വാങ്ങിക്കാൻ കണ്ടൊരു സമയം. സിഗരറ്റ് വന്നോ? എത്ര വേണം? ഒരു കോട്ടൺ. ഒരു ഷേവിംഗ് ക്രീം കൂടെ താ. റാസ്മിക്കല്ലേ? ഒരു കാഡ്ബറീസ് തരൂ. മമ്മി എനിക്കൊരു കാഡ്ബറി. വേണ്ട മോളെ, മധുരമുള്ള ഒന്നും കഴിക്കണ്ട. എന്താ ടീച്ചർ? വേണ്ടാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതിനെന്നെ ചികിത്സിക്കാൻ മമ്മിയുള്ളത്. നിനക്ക് എന്തെങ്കിലും രോഗം വന്നാൽ മമ്മിയെ ചികിത്സിക്കാൻ വേറെ ഡോക്ടറെ നോക്കണം. ഉണ്ടായിരോടെ അക്കൗണ്ടിൽ എഴുതിക്കോളൂ. ഇതാ മോളെ. നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ രാവിലെ ഗോപാലനോട്ട് വാങ്ങിപ്പിച്ചാ പോരെ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൽ. തീർത്തും തീർന്നു. ആഹാ, എന്റെ ദുശീലങ്ങളൊക്കെ അല്ല എന്റെ ഹാബിറ്റ്സ് ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ശ്രീമതിയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കൊണ്ടുപോവാ, ഞാനൊന്ന് വലിച്ച് രസിക്കട്ടെ. താങ്ക് യു. ജമീല, സലീം വന്നില്ലേ? കുളിക്ക്.
നീ സിൽക്ക് സ്മിതേ. പൗഡർ ഇട്ട മുഖം ഒക്കെ വൃത്തികളാക്കിയല്ലോ. ഞാനെ നീ എനിക്ക് ജനിച്ചല്ലോടി സൗന്ദര്യബോധമില്ലാത്ത കഴുതേ. അമ്മയുടെ തന്നെ സ്വഭാവം. എടി മമ്മിയേ, ഒന്ന് വേഗം ആവട്ടെ. വരുന്നു മോളെ. കുറച്ചുകൂടി കുറച്ച്. ഡാഡി എടുത്തരാ മോളെ. വരണം വരണം. എന്തോ സലീം വന്നിരിക്കുന്നു. ആ സിമന്റ് പെർമിറ്റിന്റെ കോപ്പിയാ നാളെ കളക്ടർ കൊടുക്കണ്ടേ? അയ്യോ എനിക്കൊന്നും വേണ്ട. ഈ ചായ എങ്കിലും കുടിക്കൂ. ജമീലയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇപ്പൊ ഒന്നും. ജമീലയ്ക്ക് എന്ത് പറ്റി? രവിയേട്ടൻ അറിഞ്ഞില്ലേ? ഇല്ല. സലീം ബാപ്പയാകാൻ പോകുന്നു. അത് ശരി. അപ്പൊ സംഗതി കയറി കൊളുത്തിയല്ലേ? എന്നെന്ത് പറയുന്നു? അയ്യോ, ഇയാൾക്കൊന്നും അറിയില്ല. കൊച്ചുകുട്ടിയല്ലേ? ചെലവ് വേണം കേട്ടോ. ഓക്കെ. ആരും അറിയാതെ സംഗതി ഒപ്പിച്ചിട്ട്. ചേട്ടാ, കൊറേ ദിവസമായി വീട്ടിൽ പോയിട്ട്. ഞായറാഴ്ച ഒന്ന് പോകാമെന്ന് കരുതിയിരിക്കുക. 2 ദിവസം ഹോളിഡേ അല്ലേ? ഡാഡി, ഞായറാഴ്ച എന്റെ സ്കൂളിലെ ആനിവേഴ്സറിയാ. ആനിവേഴ്സറിക്കൊന്നും പോകണ്ട മോളെ, നമുക്ക് മമ്മിയുടെ വീട്ടിൽ പോവാം. വേണ്ട വേണ്ട, എനിക്ക് ആനിവേഴ്സറിക്ക് പോണം. മമ്മി ഒന്നില്ലെങ്കിലും വേണ്ട, ഡാഡി വന്നാ മതി. നിഷയുടെ ഡാൻസ് ഉണ്ട്. മോളുടെ സ്കൂളിൽ ആനിവേഴ്സറിക്ക് ഡാഡി വന്നില്ലേ പിന്നെ ആരുടെ ആനിവേഴ്സറിക്കാ ഡാഡി പോകുന്നത്? നീ പോളി അവിടെ അവളുടെ ഒരു വീട്. നല്ല ഡാഡി. ഓ, ഒരു ഡാഡിയും മോളും 2 പ്രാവശ്യമായി വീട്ടിൽ പോക്ക് മാറ്റി വെക്കുന്നു. ഓ, നിന്റെ വീട്ടിലേക്ക് അങ്ങ് പോയാലും മതി. ഇങ്ങനെ ബോറടിക്കുന്ന ഒരു പട്ടിക്കാട്. എന്നാ ഡാഡിയും മോളും കൂടെ ആനിവേഴ്സറിക്ക് പോയിക്കോ, ഞാൻ വീട്ടിൽ പോവാ. മമ്മി വെക്കോ, ഞങ്ങളില്ല അല്ലേ ഡാഡി? പിന്നല്ലാതെ. ഇവൾക്ക് ആനിവേഴ്സറി പറ്റി വല്ല വിവരം ഉണ്ടോ മോളെ? ഇവള് പള്ളിക്കുറിച്ച് പോയിട്ടില്ല. ഇവള് വെറും വ്യാജ ഡോക്ടറാ. ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ പണ്ടേ വലിയ കമ്പമായിരുന്നല്ലോ. ഡാഡി മമ്മി എന്തിനാ ചിരിക്കുന്നത്? വെറുതെ ചിരിച്ചതാണ് മോളെ. വെറുതെ ചിരിക്കുന്ന ഒരു പ്രാന്തമാണെന്നാ ഞങ്ങള് മിസ് പറഞ്ഞത്. മോള് ഒന്ന് കിടന്ന് ഉറങ്ങിക്കേ. താഴെ ഇറങ്ങി കിടക്കുമോളെ. ഇങ്ങനെ കിടന്ന ഡാഡിയുടെ നെഞ്ചു വേദനിക്കില്ലേ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവൾ അവിടെ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ. ഉറങ്ങിയില്ലേ പിന്നെ പാതിരാത്രി വരെ മനുഷ്യനിട്ട് മെനക്കെടുത്താൻ. മോളെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചു. ഡാഡി, ആനിവേഴ്സറിക്ക് പോകുന്ന കാര്യം മറക്കരുത്. വേഗം കിടന്നുറങ്ങിയാ കൊണ്ടുപോവാ. ഇറങ്ങിക്കോ. ഞാൻ ഉറങ്ങാൻ പോവാ. ഉറങ്ങും. എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഉറങ്ങിക്കോ. നിന്നെ ഉണർത്താനല്ലേ വലിയ പാട്. എന്നെ മാത്രം ഉണർത്തല്ലേ ഡാഡി? ഇതിന് ഏത് നേരം
എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ജമീല, വാ ചേച്ചി. അല്ല, പത്തിരി ഇറച്ചിയാണല്ലോ. രവീട്ടൻ അറിയണ്ട. രാവിലെ പോകുമ്പോഴേ രവീട്ടൻ വിളിച്ച് പറഞ്ഞതാ. ആ, രാവിലെ ജമീലയുടെ ബാപ്പ വരുന്നുണ്ടല്ലോ. ചേച്ചി ഇരിക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഈ പിൽസ് തരാനാ വന്നത്. ജമീലയ്ക്ക് ഓർമ്മയില്ലെങ്കിലും സമയത്തിന് മരുന്ന് തരേണ്ടത് ഡോക്ടറുടെ ഡ്യൂട്ടിയല്ലേ. എന്റെ പേഷ്യന്റ് ആയി പോയില്ലേ? ഇപ്പൊ ക്ഷീണമൊന്നുമില്ലല്ലോ? ഇല്ല. ദേ, 2-3 മാസം വളരെ സൂക്ഷിക്കണം. രണ്ടും കൂടെ കിടന്ന് സർക്കസ് കാണിച്ച് ഉള്ളതും കൂടെ കളയരുത്, പറഞ്ഞേക്കാം. പോ ചേച്ചി. കഴിക്കുന്നില്ലേ? ഇതൊന്ന് വലിച്ചു കേട്ട്. അല്ല, പെരുന്നാളിന് ക്ഷണിക്കാൻ ബാപ്പ വന്നിരുന്നു കേട്ടു. വന്നിരുന്നു. നീ പോകണ്ടെന്ന് പറഞ്ഞ കാരണം ജമീല വലിയ വിഷമത്തിലാണെന്ന് എന്തു എന്നോട് പറഞ്ഞല്ലോ. അവളെങ്ങനെ പറഞ്ഞിട്ടിരിക്കും? എടാ, ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ്. പെരുന്നാളിനും ഉത്സവത്തിനുമൊക്കെ അവരവരെ വീടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി 1-2 ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക. അതൊക്കെ ഒരു സന്തോഷമല്ലേടാ? ശരിയാണ്, പക്ഷേ അവർക്കധികം ഫ്രീഡം കൊടുക്കുന്നത് നല്ലതല്ല. ആ, നിനക്കതിന്റെ സൈക്കോളജി അറിയാൻ പാടില്ല. നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കും. അല്ല, നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം ശരിക്ക് പഠിച്ചവനാ ഞാൻ. ഓ, അതെനിക്ക് നേരത്തെ അറിയാലോ. എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവൾ എന്നെ വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ള അവളെ ഞാൻ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല. അത് ഡെൽക്കോ, അത് എയർ ക്ലീനർ. അതെന്റെ അമ്മയുടെ നായർ. ഒന്ന് പൊടി. രവിയേട്ടാ, ഞാൻ ജമീലയോടൊന്ന് പറഞ്ഞിട്ട് വരാം. ആ, ജമീല, ജമീല, എന്താ ചേച്ചി? ഞങ്ങൾ പോയിട്ട് വരട്ടെ. എപ്പോ വരും? മറ്റന്നാ വരും. വീട്ടിലേക്കൊരു കണ്ണു വേണേ ജമീലെ. മിനിമൾ നാട്ടിപ്പെട്ട് വരുമ്പോ ആന്റിക്ക് എന്ത് കൊണ്ടുവരും? ആന്റിക്ക് സഞ്ചി നിറയെ അവല് കൊണ്ടുതരാം. മുത്തശ്ശി അവലിടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ആന്റിക്ക് വേണ്ടത് നല്ല പുളിയുള്ള ഉപ്പുമാങ്ങിയ മോളെ. അയ്യോ, ഉപ്പ വാങ്ങിയോ? അതെന്താ മമ്മി, ആന്റിക്ക് പുളിക്കത്തില്ലേ? ഇല്ല മോളെ, ഇപ്പൊ പുളിക്കത്തില്ല. ഒന്ന് പോ ചേച്ചി. ആന്റിക്ക് പുളിക്കാറായിട്ടില്ല മോളെ. ഇത്തവണ ജമീലാക്കും പെരുന്നാളിന് വീട്ടിൽ പോവാ. ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആന്റി ടാറ്റാ. ജമീല, ഞങ്ങൾ വരട്ടെ. ടാറ്റാ. കൊച്ചമ്മോ, കാളർ വന്നേ. കാതറെ, ചെമ്മീനുണ്ടോ? ചെമ്മീനുണ്ട്, പക്ഷെ ചെമ്മീൻ ഇന്ന് തീ പിടിച്ച വിലയാ. ആ, സാരല്ല, ഇട്. ഇന്ന് മരുമോ മരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, ചെമ്മീൻ ചോദിച്ചപ്പം. ആ, അവര് വരുന്നുണ്ട്. മോളെ ശാരി, ദാവത്തേക്ക് വെക്ക്. എത്രയായി? 20 രൂപ. ഇന്ദു കുഞ്ഞു വരുമ്പം കാതർക്ക് അന്വേഷിച്ചായിട്ട് പറയണ കൊച്ചമ്മേ. പറഞ്ഞേക്കാം. എന്നാ ഞമ്മൾ വരട്ടെ. സരസ്വതി, അവര് വന്നു. മോളെ, എന്താ മോളെ, കഴിഞ്ഞ ഞായറാഴ്ച വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല? അന്ന് മോളുടെ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു, അതാ വരാൻ പറ്റാഞ്ഞത്. മോനിരിക്കെ. ഐസക് കൺസ്ട്രക്ഷന്റെ വർക്കൊക്കെ കഴിഞ്ഞു രവി. ആ, കഴിയാറായി. ഇന്ദു, മിനിമോൾ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? എന്താ അമ്മ അവിടെ ഒരു കുസൃതി? അവിടെ സംസാരവും മറ്റും കേട്ടാ വലിയവര് പോലും തോറ്റുപോകും. ഈ പ്രായത്തിൽ
കുട്ടികളായ അല്പ കുസൃതിയൊക്കെ വേണം, അല്ലെങ്കിൽ കാണാൻ എന്താ രസം. നീ എന്താ ചെറുപ്പത്തിൽ മോശമായിരുന്നു? ദേ ഇവളുടെ മുതുകത്തിരുന്ന് ആനോ കളിക്കുമായിരുന്നു. അവൾ ആഹാരം പോലും കഴിക്കാൻ വിടില്ല, അല്ലേ കാർത്യായനി? ദേ എന്റെ ഈ ഒരു വശം ചരിഞ്ഞത് തന്നെ ഇന്ദുക്കുഞ്ഞ് കേറി ഇരുന്നിരുന്ന. എനിക്ക് മതി മുത്തശ്ശി. ആ ആ മോളെ, ഇപ്പോഴും നാരായണി തന്നെയാണോ വീട്ടില്? അതെ അമ്മേ, കൊറേ ദിവസമായിട്ട് അവര് രാവിലെ വന്ന് വൈകിട്ട് പോവും. അവര് കുട്ടിക്ക് സുഖമില്ലാതെ കിടക്കുക. രാത്രിയും വീട്ടിൽ നിൽക്കുന്ന ഒരുത്തിയെ വയ്ക്കാതെ പറ്റില്ല.